പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ സുധാ സജി. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവദിക്കുന്നത് 1991 സത്യനന്ദിക്കാട് ശ്രീനിവാസൻ കൂട്ടുകെട്ടിൽ ഉരുത്തിരിഞ്ഞ സന്ദേശം എന്ന ചലച്ചിത്ര മഹാകാവ്യത്തെ പറ്റിയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ശ്രീനിവാസൻ എന്ന ആ ലെജൻഡ് എൻ്റെ കാഴ്ചപ്പാടിൽ എന്നും എനിക്ക് അദ്ദേഹം ഒരു റോൾ മോഡലാണ്. അതിൻ്റെ പിന്നിൽ അദ്ദേഹം തിരക്കഥയായ അദ്ദേഹം എഴുതിയ ഓരോ നമ്മൾ കണ്ടിട്ടുള്ള ഏതൊരു സിനിമ എടുത്താലും അതിലെല്ലാം ഒരു നന്മയുടെ സന്ദേശം നമ്മളുമായി പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാം ജീവിതഗന്ധിയായ സാധാരണക്കാരുടെ ജീവിതത്തിൽ നടക്കുന്ന കുടുംബ ബന്ധങ്ങളുടെ പ്രാധാന്യത്തിനും എല്ലാം അദ്ദേഹം എത്രമാത്രം ഊന്നൽ കൊടുത്തിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓരോ തിരക്കഥയും നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ എന്നും ആ ഒരു മഹാനടൻ്റെ മുമ്പിൽ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് എൻ്റെ എക്കാലത്തെയും റോൾ മോഡൽ ശ്രീനിവാസൻ സാറാണ്. അദ്ദേഹത്തിൻ്റെ ആ പാവന സ്മരണയ്ക്ക് മുന്നിൽ നമിക്കുന്നു ഞാൻ. പിന്നീട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം ഇന്നത്തെ രാഷ്ട്രീയ പ്രസൻറ്റിലായാലും പാസ്റ്റായാലും ഫ്യൂച്ചർ പൊളിറ്റീഷ്യൻസിന് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇടയ്ക്ക് ഒന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഈ സന്ദേശം എന്ന ഈ സിനിമ ഇടയ്ക്കൊന്ന് പ്ലേ ചെയ്ത് കാണുന്നത് എപ്പോഴും അവർക്ക് അവരുടെ എന്തെങ്കിലും അവർക്ക് പറ്റിയ ഏതെങ്കിലും തീരുമാനങ്ങൾ പാലിച്ച പറ്റിയിട്ടുണ്ടെങ്കിൽ സൊസൈറ്റി അത് തിരുത്താൻ, അത് തിരുത്തപ്പെടേണ്ടതാണെങ്കിൽ അത് എത്രയും വേഗം തിരുത്തുക തന്നെ വേണം. അതായത് സന്ദേശം എന്ന ടൈറ്റിൽ തന്നെ നമ്മുടെ മുന്നിൽ നൽകുന്ന മെസ്സേജ് എന്താണ്? അതായത് ഓരോ രാഷ്ട്രീയ ഏത് പാർട്ടി ആയിക്കോട്ടെ, അവരെടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. മറിച്ചായാൽ എന്താണ് സംഭവിക്കുന്നത്? സമൂഹത്തിലും കുടുംബ ബന്ധങ്ങളിലും ഉണ്ടാകുന്ന ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്നുള്ള എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം തിരക്കഥയായി അല്ലെങ്കിൽ അതിലെ ഓരോ ഡയലോഗിലും കൂടി നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതിൽ കൂടി ഒരു ജനനന്മയ്ക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കാണിച്ച ആ ധൈര്യം, രാഷ്ട്രീയത്തിൻ്റെ നഖശിഖാന്തമാണ് അദ്ദേഹം വിമർശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അതിൽ വരുന്ന ഓരോ കോമഡി ആയാലും നമ്മൾ എത്ര ഇൻ്റലക്ച്വൽ കോമഡി എന്ന് തന്നെ അത് പറയാം. ചിന്തോദ്ദീപകമായ കോമഡി, അല്ലാതെ വെറും തമാശയായിട്ടല്ല. നമ്മൾ ചിരിച്ചു കഴിഞ്ഞും നമ്മളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിക്കും. എന്തിനു വേണ്ടിയിട്ട്? അതായത് സാധാരണക്കാരും മണ്ടരല്ല, നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ പ്രതികരിക്കണം എന്നുള്ള ഒരു നമ്മുടെ രാഷ്ട്രീയ കെട്ടുറപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ സിനിമ നമ്മുടെ മുന്നിലേക്ക് അദ്ദേഹം പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മളെല്ലാം ഈശ്വരൻ്റെ അവതാരങ്ങളാണെന്നാണല്ലോ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിലുള്ള ഈശ്വര ഭാവം, ആ ഈശ്വര ഭാവം തന്നെയാണ് ആ കലാസൃഷ്ടിയിലൂടെ അദ്ദേഹം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ആ നന്മയുള്ള ആ മനസ്സ്, അല്ലെങ്കിൽ ആ നന്മയുള്ള അദ്ദേഹത്തിൻ്റെ ചിന്താധാര, അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലൂടെ ലോക നന്മയ്ക്കായിട്ടാണ് അദ്ദേഹം ആ മഹാകാവ്യമെന്ന് ഞാൻ പറയും. അതിലെ ഓരോ ഡയലോഗും നമ്മളെപ്പോഴും എല്ലാ സാധാരണക്കാർ ഈ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെയുള്ള മഹത്തായ കലാസൃഷ്ടികൾ വേണം നിങ്ങൾ യൂട്യൂബിലുമൊക്കെ സെർച്ച് ചെയ്ത് കാണേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വേണ്ട മഹത്തായ സന്ദേശമുണ്ട്. ഏതൊരു പൊളിറ്റീഷ്യനും എടുക്കുന്ന തീരുമാനങ്ങൾ സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കണം, അല്ലാതെ വ്യക്തിപരമായ നന്മയ്ക്കല്ല, അല്ലെങ്കിൽ കുടുംബ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങൾ എടുക്കേണ്ട തീരുമാനം. നിങ്ങളങ്ങനെ സമൂഹത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി തീരുമാനമെടുത്താൽ അതാണ് നിങ്ങളെ എപ്പോഴും കാലാതീതമായി നിങ്ങളെ പ്രശസ്തരാക്കുന്നത്. തൽക്കാല പ്രശസ്തിയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ലക്ഷ്യമിടുന്നതെങ്കിൽ ഈ ഒരു രാഷ്ട്രീയ രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോയാൽ നമ്മുടെ നാടിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായിരിക്കും. അതായത് തന്നെ ഇന്നത്തെ യുവതലമുറ അനുഭവിക്കുന്ന നമ്മൾ കണ്ടുവരുന്നത് അവരുടെ തൊഴിലില്ലായ്മ. നമുക്ക് എപ്പോഴും അറിയാം, ഇനിയിപ്പോൾ വേണ്ടത് ഈ മതപരമായിട്ടായാലും ധനപരമായിട്ടായാലും ജാതി വ്യവസ്ഥയ്ക്കും എല്ലാം അതീതമായിട്ട് വേണം ഒരു പൊളിറ്റീഷ്യൻ എപ്പോഴും എക്സൽ ചെയ്യുന്നത്. എപ്പോഴും ഈ 3 ഘടകങ്ങൾക്കും അതീതമായി ചിന്തിക്കുമ്പോഴേ അതൊരു ജനനന്മയ്ക്കായിട്ടൊരു തീരുമാനമെടുക്കാൻ ആ മഹത് വ്യക്തിക്ക്
സാധിക്കുകയുള്ളൂ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ വിനീതമായ ഈ നമ്മളിപ്പം കേരളത്തിൽ 3 രാഷ്ട്രീയ പാർട്ടികളാണ് ഏറ്റവും മുന്നിൽ. അതുകൊണ്ട് ഈ ഉന്നത തലത്തിലിരിക്കുന്ന ഈ മഹാരഥന്മാരോടുള്ള എൻ്റെ വിനീതമായ അഭ്യർത്ഥന, നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങൾ, വളർന്നു വരുന്ന കുട്ടികളാണ്, യുവതലമുറയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പത്ത്. ആ സമ്പത്തിന് കെട്ടുറപ്പുണ്ടാകണമെങ്കിൽ അവർക്ക് സുരക്ഷിതത്വമാണ്. സുരക്ഷിതത്വം എന്ന് പറഞ്ഞാൽ അവർക്ക് ഏണിങ്സ്, അതായത് അവർ പഠിച്ചിറങ്ങുമ്പോൾ അവർക്ക് കിട്ടേണ്ട ജോലി സാധ്യത എത്രമാത്രം നിങ്ങൾ ഉറപ്പ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് എൻ്റെ വിനീത, നിങ്ങൾ അങ്ങോട്ട് പാരസ്പര്യം മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വേണ്ടത് പുതിയ പുതിയ ഇൻഡസ്ട്രീസ്, പുതിയ പുതിയ ഡെവലപ്മെൻറ്റ്സ്, ജോലി സാധ്യത, ഇതെല്ലാമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ വിഭാവനം ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ അവിടെ നിങ്ങൾ ഒരു പാർട്ടിയുടെ ഒരു രാഷ്ട്രീയം നിങ്ങളുടെ തത്വങ്ങളെല്ലാം മാറ്റിവെച്ചിട്ട് നമ്മുടെ നാട്, അതായത് കേരളത്തിൽ നിന്ന് എൻ്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാക്കളോട് പറയുന്നത്, മറ്റ് സ്റ്റേറ്റിനെക്കാട്ടിലും എക്സൽ ചെയ്യുന്ന വിധത്തിൽ കേരളത്തിലെ ഭരണ സംവിധാനം പുരോഗമിക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ നമ്പർ 1 സ്റ്റേറ്റായിട്ട് നമ്മുടെ കേരളത്തെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. ഓരോ വർഷവും നിങ്ങൾ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന് പകരം എൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിനോടുള്ള വിനീതമായ എൻ്റെ അഭ്യർത്ഥന, അങ്ങ് ജസ്റ്റ് താഴെ നമ്മുടെ രാജ്യം നിലനിൽക്കുന്നത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ അങ്ങനെയാണല്ലോ വരുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് ചെയ്യേണ്ടത് പഞ്ചായത്തിലെ ഒരു മെമ്പർ, ഒരു വാർഡ് മെമ്പർ, മുനിസിപ്പാലിറ്റി കൗൺസിലർ, അവർക്ക് അങ്ങ് ഒരു ടാർഗറ്റ് കൊടുക്കുക. ഒരു വർഷം നിങ്ങൾ പുതിയതായിട്ട് എന്തൊക്കെ വിഭാവനം ചെയ്യുന്നു. അങ്ങനെയാണ് എങ്കിൽ ഓരോ വാർഡ് വഴിയും ഓരോ മുനിസിപ്പൽ കൗൺസിലറും അവരുടെ വാർഡിൽ എന്തൊക്കെയാണ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അതുകൊണ്ട് ഐഡിയാസ്, അതുപോലെ തന്നെ എന്ത് കൊണ്ടുവരണമെന്ന് ഒരു ചിന്തയുടെ ആവശ്യമില്ല. ഇന്നത്തെ യുവതലമുറയോടെ അങ്ങ് ഇത്രയും സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അങ്ങ് പറയൂ അവർക്ക് എന്തെല്ലാം ഐഡിയാസ് ഉണ്ട്, എത്ര സ്കിൽസ് ഉണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്. ആ സ്കിൽസിനെ അങ്ങ് കളക്ട് ചെയ്തിട്ട് അങ്ങ് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും അങ്ങ് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പക്ഷേ ഇപ്പം തന്നെ നമ്മുടെ പിണറായി വിജയൻ സാർ അദ്ദേഹം ഇപ്പം ഭരണത്തിൽ മാറി നിൽക്കുമ്പം എനിക്ക് ചോദിക്കാനുള്ളത്, അങ്ങായാലും മുതിർന്ന ഏത് നേതാക്കൾ നിങ്ങൾ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുറകോട്ട് ചിന്തിക്കൂ. നിങ്ങളുടെ ഈ 5 വർഷം കൊണ്ട് എൻ്റെ നാടിന് വേണ്ടി, എൻ്റെ ഭാവി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്താണ് വിഭാവനം ചെയ്തത്. അങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം നടത്താമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ഭരണം എത്ര ശ്രേഷ്ഠമാണ്. അത് പൊതുജനങ്ങളല്ല, സ്വയം നിങ്ങൾക്ക് അതിനെ വിചിന്തനം ചെയ്യാവുന്നതേ ഉള്ളൂ. എനിക്ക് ഈ ശ്രീനിവാസൻ സാർ എന്ന ആ നന്മയുള്ള മനുഷ്യൻ, അദ്ദേഹം വിഭാവനം ചെയ്ത ആ ഒരു സന്ദേശം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യവും അദ്ദേഹം പറഞ്ഞു വരുന്ന മെസ്സേജും ഞാൻ ഈ പറഞ്ഞ മെസ്സേജും അദ്ദേഹം പറഞ്ഞതും എല്ലാം ഒന്ന് തന്നെ. ഞാൻ കണ്ടെത്തിയ ഈ സിനിമയിലൂടെ എനിക്ക് കിട്ടിയ ആശയം അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് ശ്രീനിവാസൻ എന്ന മഹത് വ്യക്തി നടത്തിയ നമ്മുടെ സമകാലീന രാഷ്ട്രീയത്തിൽ നടത്തിയ റിസർച്ചാണ്, അതിൻ്റെ തീസിസാണ്, റിപ്പോർട്ടാണ് സന്ദേശം എന്ന ആ മഹാകാവ്യം നമ്മുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പറയാൻ അദ്ദേഹം സ്വപ്നം കണ്ട അദ്ദേഹം സ്വപ്നം കണ്ട ആ ഒരു നാട്, അദ്ദേഹം ജനിച്ചു വളർന്ന നാടിനോടുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത എത്രമാത്രം അദ്ദേഹം ആ ഡയലോഗുകളിൽ ആ ചലച്ചിത്ര കാവ്യത്തിലെ ഓരോ വരികളിലും നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് പറയാനുള്ളത്, നിങ്ങൾ സമയം കിട്ടുമ്പോൾ, അതുപോലെ തന്നെ എനിക്ക് വീണ്ടും പറയണേ, ഇപ്പോൾ ഇറങ്ങുന്ന വലിയ ഹിറ്റാകുന്ന വൻ സിനിമകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ടല്ലോ, എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് എൻ്റെ ഈ യുവതലമുറയ്ക്ക് തരുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് സന്ദേശം എന്ന സിനിമയും ഇപ്പോൾ ഹിറ്റാകുന്ന സിനിമയും തമ്മിൽ നിങ്ങളൊന്ന് തുലനം ചെയ്ത് നോക്കുക, ഏതാണ് മികവുറ്റതെന്ന്. അതുകൊണ്ട് കലാമൂല്യത്തിലും നന്മയുടെ മൂല്യത്തിലും എപ്പോഴും എന്നും എക്സൽ ചെയ്യുന്നത് ശ്രീനിവാസൻ എന്ന ലെജൻഡിൻ്റെ ഈ സിനിമയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെന്നല്ല അദ്ദേഹത്തിന്, പക്ഷേ ഇപ്പം എൻ്റെ ഈ ഒരു ടോപ്പിക് സന്ദേശം എന്ന മഹാകാവ്യമായതുകൊണ്ട് ഞാൻ ആ ഒരു സിനിമയിലേക്ക് ചുരുക്കുന്നു. വീണ്ടും എൻ്റെ അടുത്ത ഏതെങ്കിലും ഒരു ഞാൻ അദ്ദേഹം എഴുതിയ അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ ഏതെങ്കിലും ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് സംവദിക്കുന്നത് സന്ദേശം എന്ന ഈ ഒരു മഹാകാവ്യം എന്ന് ഞാൻ പറയാം. നന്മയിലേക്ക് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അദ്ദേഹം നമ്മിലേക്ക് തന്നെ ആ നന്മയെ എൻ്റെ യുവതലമുറ നിങ്ങളത് ഉൾക്കൊള്ളുക. അതുപോലെ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കൂടെ അടിസ്ഥാനമെന്ന് പറഞ്ഞ് നിങ്ങളുടെ ജോലിയാണ്. അതുകൊണ്ട് നമ്മുടെ ഭാവി കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ അടുത്ത എനിക്ക് പറയാനുള്ള ഇപ്പോഴത്തെ ലഹരി മാഫിയ എന്ന് പറയുന്നത്
ഈ ലഹരി മാഫിയയുടെ ഏറ്റവും അറ്റത്തിരിക്കുന്ന തലപ്പത്തായ അവരെല്ലാം ഒന്ന് ചിന്തിക്കുക. ഈ ലഹരി മാഫിയ അവർ ലക്ഷ്യമിടുന്ന സാധാരണ കുഞ്ഞുങ്ങളിലേക്കാവാം. പക്ഷേ നിങ്ങളൊന്ന് നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിക്കുക, നിങ്ങൾ ചെയ്യുന്ന നിങ്ങളുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കോ ആരെങ്കിലും ഇതിന് അഡിക്റ്റ് ആയാൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? അങ്ങനെ ഒരു ദുഃഖം, സമൂഹത്തിനുണ്ടാകുന്ന ഒരു ദുഃഖം നിങ്ങളെ വേദനയായിട്ട് ഉൾക്കൊണ്ട് നിങ്ങളത് ചിന്തിക്കുമ്പോൾ മാത്രമേ ഏതൊരു ദുഃഖവും അവരവരിലേക്ക് പറയാൻ എളുപ്പമാണ്. അവനവൻ്റെ സ്വന്തം ദേഹത്തിൽ ഒരു മുറിവിലുണ്ടാകുന്ന മറ്റൊരാൾക്കുണ്ടാകുന്ന വേദന സ്വന്തം മുറിവ് വന്നാലേ ആ വേദനയുടെ തീഷ്ണത അറിയത്തുള്ളൂ. അതുകൊണ്ട് എൻ്റെ വിനീതമായ എൻ്റെ എല്ലാ ഈ എന്താ പറയുക, ഈ രാഷ്ട്രീയത്തിലിരിക്കുന്ന മഹാരഥന്മാരോടും ഈ ലഹരി മാഫിയയുടെ എന്താ പറയുക അങ്ങേയറ്റത്തിരിക്കുന്ന ഏറ്റവും അത്യുജ്വലമായ നേതാക്കന്മാരോടും എല്ലാം എനിക്ക് പറയാനുള്ളത്, നിങ്ങളൊന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു, നമ്മുടെ നാടിൻ്റെ സ്വത്തായ, നമ്മുടെ ഭാവി വരദാനങ്ങളായ, ഈശ്വരൻ്റെ സൃഷ്ടിയായ എൻ്റെ യുവതലമുറയെ നിങ്ങൾ നശിപ്പിക്കരുതേ എന്ന വിനീതമായ അഭ്യർത്ഥനയോടെ. അത് എൻ്റെ ശ്രീനിവാസൻ സാറിൻ്റെയും ലക്ഷ്യം അതായിരുന്നു. എൻ്റെ റോൾ മോഡൽ ആ മഹാരഥൻ്റെ മുമ്പിൽ അദ്ദേഹം സ്വപ്നം കണ്ട അതേ ഒരു ഫീലിംഗ് ഞാനും ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹവും കണ്ടത് ലോക സമസ്ത സുഖിനോ ഭവന്തു. അതേ ആപ്തവാക്യം ഞാനും നിങ്ങളുടെ മുമ്പിൽ പറയുന്നു, ലോക സമസ്ത സുഖിനോ ഭവന്തു.